മഞ്ചേശ്വരത്ത് LDF വിജയിച്ച 2006 സാഹചര്യം ഇപ്പോഴില്ലെന്ന് CH കുഞ്ഞമ്പു MLA. മുസ്ലിം ലീഗിലെ വിഭാഗീയതയും AP വിഭാഗത്തിന്റെ വോട്ടുകൾ അനുകൂലമായതുമാണ് LDF വിജയത്തിന് കാരണമായത്. കാസർഗോഡ് ജില്ലയിലെ നിലവിലെ സ്ഥിതി ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നും CH കുഞ്ഞമ്പു മീഡിയാവിനോട് പറഞ്ഞു. മഞ്ചേശ്വരത്ത് താങ്കളൊരു അട്ടിമറി വിജയം നേടിയ ഒരു ആളാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ ഡിക്റ്റേഷൻ മാറി വീണ്ടും LDF വരാനുള്ള സാധ്യതയുണ്ടോ അവിടെ? അതങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണ് ഉരുത്തിരിഞ്ഞ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല. അത് പല സാഹചര്യങ്ങളുണ്ട്. ഞാനന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും കണക്ക് കൂട്ടിപ്പോയതല്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ വിവിധ സെക്ഷനുകളുടെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ അകത്തുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം വെച്ചുകൊണ്ട് അവരിലൊരു വലിയ വിഭാഗം LDF വോട്ട് ചെയ്തു. LDF വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ വോട്ട് ചെയ്യാൻ വന്നില്ല. അതാണ് അവിടെ സംഭവം. എന്താണോ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന സാഹചര്യം, അതിനനുസരിച്ചിരിക്കും മഞ്ചേശ്വരത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. ഷഫീഖ് നസ്രുള്ള വിവരണമായി ചേർന്നു. ഷഫീഖ്, എന്താണ് ഇപ്പോഴുള്ള ഈ പ്രാതികൂല്യം എന്നാണ് പറയുന്നത്? 2006 മഞ്ചേശ്വരത്ത് UDFനെ അട്ടിമറിച്ച് വിജയിച്ച CH കുഞ്ഞമ്പു MLA ആണ് നമ്മളുമായിട്ട് പ്രതികരിച്ചത്. 2006 ഉണ്ടായിരുന്ന ഒരു സാഹചര്യം നിലവിൽ മഞ്ചേശ്വരത്തിൽ ഇല്ല എന്നാണ് CH കുഞ്ഞമ്പു വിലയിരുത്തുന്നത്. അന്ന് മുസ്ലിം ലീഗിനകത്ത് വലിയ വിഭാഗീയതയുണ്ടായിരുന്നു. നേരത്തെ മത്സരിച്ച് ജയിച്ച മന്ത്രിയൊക്കെ ആയിരുന്ന ചെർക്കള അബ്ദുള്ളക്കെതിരെ വലിയ വിമർശനങ്ങൾ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലുള്ള ആളുകൾക്കുണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റിയിലും ചെർക്കള അബ്ദുള്ളക്കെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നു. ഇത് അന്ന് വോട്ടിൽ പ്രതിഫലിച്ചു. വലിയ രൂപത്തിൽ LDFന് മുസ്ലിം ലീഗിന്റെ അംഗങ്ങൾ ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. CH കുഞ്ഞമ്പു MLA പറഞ്ഞതുപോലെ അന്ന് LDFന് വോട്ട് രേഖപ്പെടുത്താൻ ഇഷ്ടമില്ലാത്ത ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നത് തന്നെ വിട്ടുനിന്നു. ഇങ്ങനെ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഈ 2006 അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരമൊരു സാഹചര്യം നിലവിലില്ല എന്നാണ് CH കുഞ്ഞമ്പു MLAയുടെ ഒരു വിലയിരുത്തൽ. അതിനുശേഷം 2006 വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ 10% വോട്ടാണ് നേരത്തെ ലഭിച്ചിരുന്നതിൽ നിന്ന് മുസ്ലിം ലീഗിന് അന്ന് കുറഞ്ഞിരുന്നത്. ഈ 10% വോട്ടും LDFന് ലഭിച്ചു. അങ്ങനെ LDF 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന LDF 1-ാം സ്ഥാനത്തെത്തി. CH കുഞ്ഞമ്പു അട്ടിമറിയിലൂടെ MLA ആയി. അന്ന് BJPയും മുസ്ലിം ലീഗും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് 0.2% മാത്രമാണ്. 31.1% വോട്ടാണ് മുസ്ലിം ലീഗിന് അന്ന് ലഭിച്ചിരുന്നത്. 31.3% വോട്ട് BJPക്കും ലഭിച്ചു. ഈ സാധാരണ 40% വോട്ടാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് ലഭിക്കാറുള്ളത്. അതിനുശേഷമുണ്ടായ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ സംഭവിച്ചു. 26% താഴെ മാത്രമേ LDFന് വോട്ട് രേഖപ്പെടുത്താറുള്ളൂ. ആ 2006 ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അതൊരു വ്യത്യസ്തമാണ്. മുസ്ലിം ലീഗിനകത്ത് തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. വിഭാഗീയതയുണ്ടായിരുന്നു. ചെർക്കള അബ്ദുള്ളക്കെതിരെ ഉണ്ടായിരുന്ന ഒരു വികാരം പാർട്ടിക്കകത്ത് ശക്തമായിരുന്നു. അത് പ്രതിഫലിച്ചതാണ് എന്നാണ് CH കുഞ്ഞമ്പു MLA സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ന് AP വിഭാഗത്തിന്റെ വോട്ട് സാധാരണ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റിടങ്ങളെ അപേക്ഷിച്ച്. എന്നാൽ 2006 CH കുഞ്ഞമ്പു മത്സരിക്കുന്ന ഘട്ടത്തിൽ AP വിഭാഗത്തിന്റെ പൂർണ്ണമായ പിന്തുണയും ലഭിച്ചു. അങ്ങനെ ആ സാഹചര്യത്തിലാണ് അന്ന് അട്ടിമറി വിജയം നേടാൻ കഴിഞ്ഞത്. എന്നാൽ ഇത്തരം ഒരു സാഹചര്യം നിലവിലില്ല. എന്നാൽ ഇലക്ഷനോടനുബന്ധിച്ച് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ആ ഇലക്ഷന്റെ മത്സരവും വിജയവും ഒക്കെ ആ ഒരു ഘട്ടത്തിലാണ് ഉണ്ടാവുന്നത് എന്നാണ് CH കുഞ്ഞമ്പു MLA സൂചിപ്പിക്കുന്നത്. ഇത്തവണ വീണ്ടും K സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തുന്നു എന്ന കാര്യത്തിലും സുരേന്ദ്രൻ നേരത്തെ മത്സരിച്ചത് പോലെ ഇത്തവണ വോട്ട് ലഭിക്കാനുള്ള സാധ്യതയില്ല. സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ BJPയുടെ അകത്ത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ, പുറമേ നിന്ന് ആളുകൾ മത്സരിക്കാൻ എത്തുന്നു, ഇവിടെയുള്ള ആളുകൾക്ക് മത്സരിക്കാനുള്ള അവസരം ലഭ്യമാവുന്നില്ല, അത് കുറയുന്നു എന്നതുകൊണ്ട് തന്നെ സുരേന്ദ്രന് നേരത്തെ കിട്ടിയ ഒരു പിന്തുണ ഇത്തവണ കിട്ടില്ല എന്നൊരു നിരീക്ഷണവും CH കുഞ്ഞമ്പു MLA പങ്കുവെക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളിൽ 2ഇടത്ത് UDFും 3ഇടത്ത് LDFും എന്ന ഒരു സ്ഥിതി അത് തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ് CH കുഞ്ഞമ്പു കാണുന്നത്. എന്നാൽ കാസർഗോഡ് ജില്ലയിലെ ഉദുമയിലും തൃക്കരിപ്പൂരിലും ഒരു അട്ടിമറി വിജയം നേടാനാവുമെന്നൊരു പ്രതീക്ഷ UDF പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ അത് നേരത്തെ തന്നെ UDF അവകാശപ്പെട്ടതാണ്. അത്തരം ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല എന്നുകൂടി CH കുഞ്ഞമ്പു MLA പറയുന്നുണ്ട്. ജെയിംസ്.